ബഹ്റൈനിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവർ ഷിപ്പിംഗ് കമ്പനികളുടെ പേരിൽ വരുന്ന വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. ഷിപ്പിംഗ് കമ്പനികളെന്ന വ്യാജേന ഹാക്കർമാർ ലിങ്കുകൾ അയച്ച് വിവരങ്ങൾ ചോർത്തുന്നതായി കണ്ടെത്തി. സന്ദേശങ്ങളിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ പണം നഷ്ടപ്പെട്ടേക്കാം. ബഹ്റൈനിൽ വേനൽ ചൂട് പ്രമാണിച്ച് എല്ലാ വർഷവും ഏർപ്പെടുത്തുന്ന തൊഴിൽ നിയന്ത്രണം ആദ്യമായി 3 മാസത്തേക്ക് നീട്ടുന്നു. ഈ വർഷം ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാകും തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. തൊഴിലാളികൾ സൂര്യാഘാതം പോലുള്ള അവസ്ഥകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഈ കാലയളവിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 4 വരെ എല്ലാ ഔട്ട്ഡോർ ജോലികളും നിരോധിക്കും. സർക്കാരിന്റെ കരാറുള്ള സ്വകാര്യ കമ്പനികളിൽ തൊഴിലാളികൾ 50% ബഹ്റൈനികളാവണമെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും. ബഹ്റൈനി പൗരന്മാരെ അത്തരം മേഖലകളിൽ നിയമിക്കുന്നതിനായുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനാണ് നിർദ്ദേശം. തൊഴിലില്ലായ്മ പരിഹരിക്കാനും ദേശീയ തൊഴിൽ ശക്തി പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഭേദഗതി സഹായകമാകുമെന്നാണ് MP-മാർ പറയുന്നത്. റെസ്റ്റോറന്റ് ഓഫീസിൽ നിന്ന് 2 മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുകയും ജീവനക്കാരനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 26-കാരന് ബഹ്റൈനിൽ 3 വർഷം തടവ് ശിക്ഷ.